ഇപ്പം ഞാൻ കവർ സോങ് ഇറങ്ങിയത് കല്യാണി കളമാണി ആ പാട്ടായിരുന്നു. പഴയ പാട്ട് അത് ഞാൻ വേറൊരു രീതിയിൽ എടുത്തപ്പോൾ ഇവര് വാവ് കൊള്ളാലോ. എനിക്ക് രാവിലെ ബോംബെന്ന് ഒരാൾ കോൾ ചെയ്തേക്കാം, ഫ്രം സരിഗമ. ഞാൻ പറഞ്ഞു ഭഗവാനെ കോപ്പറേറ്റ് അടിച്ച് പണിവാളി. നമുക്ക് ഒത്തിരി ഇഷ്ടം, പക്ഷെ എനിക്ക് പേടിയാ. അതുകൊണ്ട് ലാലേട്ടൻ്റെ അടുത്ത് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ ഈ പേടിയില്ല. എന്നാലും എവിടെയോ ഒരു ചെറിയ പേടിയുണ്ട്. ചില ആൾക്കാർ ചില മണ്ടൻ ചോദിച്ചു എപ്പോൾ മുതൽ പാടി തുടങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ കളിയാക്കി പറയും, ഇന്നലെ എഴുന്നേറ്റപ്പോൾ മുതൽ പാടി തുടങ്ങി. പാട്ട് പാടുന്ന നല്ല തൊണ്ട, വരയ്ക്കാൻ ഉള്ള കഴിവ്, അത് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. SPB സാർ പാട്ട് പഠിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ സൗണ്ട് അല്ലേ, എത്രയോ പാട്ടുകൾ പാടി. ഓരോ സ്വരസ്ഥാനങ്ങളുണ്ടല്ലോ, 7 സ്വരങ്ങൾ. അത് ആ സ്വരങ്ങളിൻ്റെ ഓരോരുത്തർക്കും ഓരോരോ ചെയറുണ്ട്, എവിടെ ഇരിക്കണം, അത് ആരുടെ ചെയറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെയാണ് നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി നമ്മളിതെല്ലാം പഠിക്കുന്നത്. അല്ലാതെ പുതിയ തൊണ്ട ഫിറ്റ് ചെയ്യാനല്ല പഠിക്കുന്നത്. മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഞാനായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. വല്ലാതെ അടുത്തിരിക്കുന്നു നിങ്ങൾ. അത് ഈ ചില ആൾക്കാർക്ക് എത്ര തട്ടിയിട്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞാലാണ് ഞങ്ങള് വീണ്ടും പോവാനായിട്ട് അടുത്തേക്ക്. ഇത് പോണില്ലല്ലോ, എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ എൻ്റെ ഇന്ന് സിനിമ പോകുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള അവസാന നിമിഷത്തിൽ ഞാൻ മാറിപ്പോയിട്ടുണ്ട്. സൂസി, ഇതൊക്കെ ഇത് എവിടെ നിർത്തുകൊണ്ട് വരുന്നത്? ഞാനൊരു നല്ല പാരന്റ് ആയിരിക്കില്ല എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കല്യാണം പോലും കഴിക്കാത്തത്. നമ്മൾ അൾട്ടിമേറ്റ്ലി ബിസി ആയിരിക്കുക എന്നുള്ളതാണ് ഈ ഫീൽഡിലത്തെ ഒരു മെയിൻ ഒരു ഘടകം എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്.